ആദ്യത്തെ ക്വസ്റ്റ്യൻ, വടക്കുകിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശം. ഓപ്ഷൻസ്: പൂർവ്വ തീരസമതലം, പശ്ചിമ തീരസമതലം, ഉത്തര തീരസമതലം, ദക്ഷിണ തീരസമതലം. ശരി ഉത്തരം പൂർവ്വ തീരസമതലമാണ്. വടക്കുകിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? പൂർവ്വ തീരസമതലം. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കുമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ്: ഹെൻറി കാവൻഡിഷ്, ജോൺ ഡാൾട്ടൺ, ഹംഫ്രി ഡേവി, ജോസഫ് പ്രീസ്റ്റ്ലി. ശരി ഉത്തരം ഹംഫ്രി ഡേവി ആണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കുമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹംഫ്രി ഡേവി. അടുത്ത ക്വസ്റ്റ്യൻ, അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് എന്തിന്? ഓപ്ഷൻസ്: രക്തം കട്ടപിടിക്കാൻ, രക്തസ്രാവം കുറയാൻ, രോഗാണുക്കളെ ഒഴിവാക്കാൻ, വേദന ഒഴിവാക്കാൻ. ശരി ഉത്തരം രക്തസ്രാവം കുറയ്ക്കാനാണ്. അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് രക്തസ്രാവം കുറയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ സ്വാതന്ത്ര്യമായ വേളയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്നത് ആര്? ഓപ്ഷൻസ്: മൗലാന അബ്ദുൽ കലാം ആസാദ്, JB കൃപാലനി, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ശരി ഉത്തരം JB കൃപാലനി. JB കൃപാലനിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായ വേളയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോളതലത്തിൽ തെളിയിക്കപ്പെട്ട സങ്കേതങ്ങളുടെ മാതൃകയിൽ സംയോജിതവും വിഷയാധിഷ്ഠിതവുമായ ശാസ്ത്ര പഠനം സ്കൂളുകളിൽ പ്രോത്സാഹിപ്പിക്കാൻ KDISCന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻസ്: മഞ്ചാടി, ലിറ്റിൽ സയന്റിസ്റ്റ്, സൈന്റിയ, മഴവില്ല്. ശരി ഉത്തരം മഴവില്ലാണ്. എന്താണ് മഴവിൽ പദ്ധതി? ആഗോളതലത്തിൽ തെളിയിക്കപ്പെട്ട സങ്കേതങ്ങളുടെ മാതൃകയിൽ സംയോജിതവും വിഷയാധിഷ്ഠിതവുമായ ശാസ്ത്ര പഠനം സ്കൂളുകളിൽ പ്രോത്സാഹിപ്പിക്കാൻ KDISCന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് മഴവില്ല്. അടുത്ത ക്വസ്റ്റ്യൻ, മൂക്കൂത്തി സമരം നയിച്ചതാര്? ഓപ്ഷൻസ്: ആഗമാനന്ദൻ, കുറുമ്പൻ ദൈവത്താൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, പാമ്പാടി ജോൺ ജോസഫ്. ശരി ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. എന്താണ് ഈ മൂക്കൂത്തി സമരം? പിന്നോക്കക്കാർക്ക് മൂക്കൂത്തി ധരിക്കാൻ അവകാശമില്ലാതിരുന്ന സമയത്ത് അത് ലംഘിച്ച് ഒരു പിന്നോക്ക യുവതി മൂക്കൂത്തി ധരിച്ച് പന്തളം തെരുവിലൂടെ നടന്നു. ഇതിനെതിരെ സവർണർ അന്ന് രംഗത്ത് വന്നിരുന്നു. ഈ യുവതി മൂക്കൂത്തി ഊരാൻ വിസമ്മതിച്ചപ്പോൾ അവരത് മാംസത്തോടെ അടർത്തിയെടുത്ത് ചവിട്ടി അരയ്ക്കപ്പെടുകയുണ്ടായി. ഇതിനെതിരെ നടന്ന സമരമാണ് മൂക്കൂത്തി സമരം. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ 1860 ഈ സമരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ പാസ്കൽ നിയമം ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനം? ഓപ്ഷൻസ്: ത്രാസ്, തെർമോമീറ്റർ, ചവണ, ഹൈഡ്രോളിക് ലിഫ്റ്റ്. ശരി ഉത്തരം ഹൈഡ്രോളിക് ലിഫ്റ്റാണ്. തന്നിരിക്കുന്നതിൽ പാസ്കൽ നിയമം ഉപയോഗിച്ചിരിക്കുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തുന്നതിനായി പരാതി നൽകാനുള്ള കേരള പോലീസിന്റെ പോർട്ടൽ? ഓപ്ഷൻസ്: തുണ, മിഴി, കാവൽ, കൂടെ. ശരി ഉത്തരം തുണയാണ്. നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തുന്നതിനായി പരാതി നൽകാനുള്ള കേരള പോലീസിന്റെ പോർട്ടൽ ഏതാണ്? തുണ. അടുത്ത ക്വസ്റ്റ്യൻ,
ധൂപ്ഗാർഹ് താഴെ പറയുന്നവയിൽ ഏതു മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്? ഓപ്ഷൻസ്: ആരവല്ലി, സത്പുര, പൂർവഘട്ടം, ഛോട്ടാ നാഗ്പൂർ. ശരി ഉത്തരം സത്പുര. സത്പുര മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഗാർഹ്. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടത്തിവരുന്ന പദ്ധതിയാണ് എൽസ? ഓപ്ഷൻസ്: എയ്ഡ്സ്, കുഷ്ഠം, ക്ഷയം, പോളിയോ. ശരി ഉത്തരം കുഷ്ഠമാണ്. കുഷ്ഠരോഗത്തിന്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടത്തിവരുന്ന പദ്ധതിയാണ് എൽസ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ നൽകിയവയിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത മൗലിക അവകാശം ഏതു ഭരണഘടനാ വകുപ്പ് പ്രകാരമുള്ളതാണ്? ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 18, ആർട്ടിക്കിൾ 14. ശരി ഉത്തരം ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 പറയുന്ന മൗലിക അവകാശം എന്താണ്? ജീവനും വ്യക്തിഗത സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്ന ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ: ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻസ്: കാൽസിട്ടോണിൻ, പാരാതോർമോൺ, തൈറോക്സിൻ, തൈമോസിൻ. ശരി ഉത്തരം തൈറോക്സിൻ ആണ്. എന്താണ് തൈറോക്സിൻ ഹോർമോൺ? ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഓപ്ഷൻസ്: 42, 74, 91, 61. ശരി ഉത്തരം 61. ഭരണഘടനയുടെ 61ാം ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ: രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏതു ജില്ലയിലാണ് ആരംഭിച്ചത്? ഓപ്ഷൻസ്: പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം. ശരി ഉത്തരം കൊല്ലമാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലത്താണ് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ്: ജോൺ ഡാൾട്ടൺ, നീൽസ് ബോർ, റൂദർഫോർഡ്, മാക്സ് പ്ലാങ്ക്. ശരി ഉത്തരം റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചതാരാണ്? റൂദർഫോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ: ലോകത്തെ ഏറ്റവും വലിയ ഗുഹാമത്സ്യം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: മേഘാലയ, അസം, ത്രിപുര, ഹിമാചൽ പ്രദേശ്. ശരി ഉത്തരം മേഘാലയ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗുഹാമത്സ്യം കണ്ടെത്തിയത് മേഘാലയയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ഗാന്ധിജി, ഡോക്ടർ DS കൊത്താരി, ഡോക്ടർ രാധാകൃഷ്ണൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ. ശരി ഉത്തരം ഡോക്ടർ DS കൊത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന പ്രസ്താവന ആരുടേതാണ്? ഡോക്ടർ DS കൊത്താരി. അടുത്ത ക്വസ്റ്റ്യൻ:
മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻസ്: ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, പർവ്വത മണ്ണ്, എക്കൽ മണ്ണ്. ശരി ഉത്തരം ലാറ്ററൈറ്റ് മണ്ണാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ, അതായത് കേരളം, തമിഴ്നാട്, കർണാടകം തുടങ്ങിയ ഭൂപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ: രാജഭരണകാലത്ത് വേണാട്, കായംകുളം രാജാക്കന്മാർ നടത്തിയ യുദ്ധങ്ങളുടെ വീരസ്മരണ ഉണർത്തുന്ന ഉത്സവം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ്: കണ്യാർകളി, തിരുവാതിരക്കളി, ഓച്ചിറക്കളി. ഇവയൊന്നുമല്ല. ശരി ഉത്തരം ഓച്ചിറക്കളിയാണ്. എന്താണ് ഓച്ചിറക്കളി? രാജഭരണകാലത്ത് വേണാട്, കായംകുളം രാജാക്കന്മാർ നടത്തിയ യുദ്ധങ്ങളുടെ വീരസ്മരണ ഉണർത്തുന്ന ഉത്സവമാണ് ഓച്ചിറക്കളി. അടുത്ത ക്വസ്റ്റ്യൻ: ചേതമംഗലത്ത് പാലിയത്തച്ഛൻ്റെ വീടിന് മുന്നിലുള്ള പൊതുനിരത്തിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും അഹിന്ദുക്കൾക്കും നിഷേധിക്കപ്പെട്ടിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരം ഏതാണ്? ഓപ്ഷൻസ്: തളി സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, തുലാംപത്ത് സമരം, കടയ്ക്കൽ സമരം. ശരി ഉത്തരം പാലിയം സത്യാഗ്രഹം. ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. പാലിയത്തച്ഛൻ്റെ വീടിന് മുന്നിൽ നടന്ന സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം. എന്താണ് പാലിയം സത്യാഗ്രഹം? ചേതമംഗലത്ത് പാലിയത്തച്ഛൻ്റെ വീടിന് മുന്നിലുള്ള പൊതുനിരത്തിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും അഹിന്ദുക്കൾക്കും നിഷേധിക്കപ്പെട്ടിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം.